മകളെ, ജെറുസലേം വചനകൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രയർ ലൈനിലേക്ക് സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും അനേക മക്കൾ പങ്കെടുക്കുന്നത് സ്വർഗത്തിന് എന്തൊരു സന്തോഷമാണെന്നറിയുമോ? ദൈവത്തിൻ്റെ കൃപയാണ് ദൈവസന്നിധിയിൽ രാജ്യങ്ങളെയും കുടുംബങ്ങളെയും ദേശങ്ങളൊക്കെ ഒരുമിച്ച് ചേർത്ത് ഈ സമയം ഈ വചന വിരുന്നിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. പലരും പല നിയോഗങ്ങളുമായിട്ടാണ് ഈ വചനം കേൾക്കാനിരിക്കുന്നത്. വചനം കേൾക്കുമ്പോൾ തന്നെ ദൈവം നമ്മിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ദൈവം വചനം കേൾക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വലിയൊരു സുഖവും വലിയ ഒരു സംരക്ഷണവും ദൈവം നമുക്ക് ഏർപ്പെടുത്തും. ഇന്നത്തെ വചനം കേൾക്കണ്ടേ? 115 സങ്കീർത്തനം 9 വാക്യം. ഇസ്രായേലേ, കർത്താവിൽ ആശ്രയിക്കുവിൻ, അവിടെ നിന്നാണ് നിങ്ങളുടെ സഹായവും പരിചയം. മകളെ, സത്യം പറഞ്ഞാൽ വചനം കേൾക്കാൻ തുടങ്ങിയ നാൾ മുതൽ ധാരാളം ദൈവകൃപകൾ ഒഴുകിയെത്തിയവരുടെ സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാൻ പഠിച്ചു, വചനം വായിക്കാൻ പഠിച്ചു, അനുദിനം വിശുദ്ധ ബലിയിൽ സംബന്ധിക്കാൻ ആഗ്രഹമുണ്ടായി, പാപത്തിൻ്റെ ദുശ്ശീലത്തിൽ നിന്ന് വിട്ടുമാറാൻ കൃപ കിട്ടി. പലരുടെയും സ്നേഹസഹായങ്ങൾ ഒരിക്കലും ലഭിക്കുകയില്ല എന്ന് വിചാരിച്ചിരുന്നവർ എൻ്റെ ജീവിതത്തേക്ക് കടന്നു വരാൻ തുടങ്ങി. ദൈവം പല തിന്മകളിൽ നിന്നും വീഴാതെ എന്നെ തടഞ്ഞു നിർത്തി പരിചയമായി എനിക്ക് വേണ്ടി പടവെട്ടി. ഇതൊക്കെ കർത്താവിൻ്റെ കൃപയാണ്, കരുണയാണ്, ദയയാണ്. ദൈവം പാപിയെ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല, അവനെ അകറ്റി നിർത്തുന്നില്ല. മറിച്ച് ദൈവത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നന്മയുടെ വഴിയിലേക്ക് നയിക്കുകയാണ്. ഇന്ന് വചനം അനേക മക്കൾക്ക് ഒരു വഴിത്തിരിവിന് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വ്യക്തമായ നിയോഗത്തോടെ ഇന്നത്തെ വചനം കേട്ടാൽ നിന്റെ അലങ്കോലപ്പെട്ട ജീവിതങ്ങളെ അലങ്കരിക്കുവാനായിട്ട് ദൈവം കടന്നു വരും. അലസത, ക്ഷീണം, ഉറക്കം, മനം മടുപ്പിക്കുന്ന വെറുപ്പ്, പാപം കുത്തി നിറച്ച ചില ചിത്രങ്ങൾ, പരദൂഷണം, ഇവയിലേക്കൊക്കെ വീഴാതെ കർത്താവ് കാത്തുകൊള്ളും. നീ കർത്താവിൽ ആശ്രയിക്കുക, അവിടെ നിന്ന് നിന്നെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വചനം അനേക മക്കളിലേക്ക് എത്തിച്ചേരുവാൻ നീ ഒരു കർത്താവിൻ്റെ സന്ദേശ സംവാഹകനായി തീരട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളോടും ഇത് ഷെയർ ചെയ്യുന്നവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.